ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ വെറും 10-15 മിനിറ്റ് കൊണ്ടെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. റവ മാത്രം മതി, 15 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പവും കൂടിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml ഒരു കപ്പ് അളവിൽ റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അടുത്തത് ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം, പച്ചവെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇളം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ ബ്ലെൻഡാക്കി എടുക്കുക. ഇതിപ്പം എന്താ ഞാനെല്ലാം മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്ലെൻഡാക്കി എടുക്കുന്ന ടൈമിൽ ഒരു 1/4 കപ്പ് അളവിലും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അന്നേരം എന്താ ഇതേപോലെ കറക്റ്റ് തിക്നെസ്സിലായി കിട്ടും. കറക്റ്റ് 250 ml ഒരു കപ്പ് അളവിൽ വെള്ളം പിന്നെ ഒരു 1/4 കപ്പും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, അന്നേരം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളെടുക്കുന്ന റവേൻ്റെ എല്ലാം അളവനുസരിച്ചിട്ട് നോക്കിയിട്ട് കറക്റ്റ് തിക്നെസ്സിൽ വെള്ളമെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പണാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മുകൾ ഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല ബബിൾസ് എല്ലാം ആയി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല തിക്നെസ്സായി കറക്റ്റ് തിക്നെസ്സായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പം ഇത് റെഡിയാക്കി എടുക്കുക. ആദ്യം തന്നെ ഞാനൊരു 2-3 ഡ്രോപ്സ് ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഇതിപ്പം കണ്ട ബബിൾസ് എല്ലാം വന്ന് റെഡിയായി വരുന്നുണ്ട്. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ ആദ്യം പാൻ ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പം അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ മൊത്തത്തിൽ റെഡിയാക്കി എടുക്കലാണ്. ഇതിപ്പം അത്യാവശ്യം നല്ല ബബിൾസ് എല്ലാം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണമെങ്കിലും കുക്കാക്കി എടുക്കുക. അന്നേരം പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കുക, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇതും നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്.
ബാക്കിയുള്ളതെല്ലാം എന്താ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവല്ലോ. അവർക്കെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.